രാജാവിൻ്റെയും രാജകുമാരൻ്റെയും ടീമുകൾ തമ്മിലുള്ള മത്സരത്തിന് ശേഷം രാജാവിൻ്റെ ടീം ജയിച്ചിരിക്കുന്നു. ഈ ഒരു ടീമിൽ ഒരാൾക്ക് ആറ്റിറ്റ്യൂഡ് ആവാം, പക്ഷേ ടീമിൽ ഏകദേശം എല്ലാവർക്കും ആറ്റിറ്റ്യൂഡ് നിറഞ്ഞ ഒരു ടീമാണെന്നുണ്ടെങ്കിൽ അത് RCB ആണ്. ഇപ്പം കോഹ്ലി ആണെങ്കിലും കൃണാലാണെങ്കിലും അപ്പോൾ ജിതേഷ് ആണെങ്കിലും ഇങ്ങനെ ഈ ടീം ജയിച്ചാലും തോറ്റാലും കുഴപ്പമില്ല. നമുക്ക് മറ്റേ ഓറഞ്ച് കപ്പ് കിട്ടിയാൽ മതി ജയിക്കുന്ന കുറച്ച് കളിക്കാരുണ്ട്. അത് ഗില്ലുണ്ട്, കോഹ്ലിയുണ്ട്. അപ്പോൾ സായി സുദർശൻ നന്നായിട്ട് ബാറ്റ് ചെയ്യുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഗില്ലിന് നന്നായിട്ടൊന്ന് ബാറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഒരു 250 മേളിൽ റണ്ണ് വരേണ്ട ഒരു കളിയിൽ ഗില്ല് തുഴഞ്ഞത് കാരണം 200 വരെ കഷ്ടിച്ച് എത്തി, അങ്ങനെ തന്നെ പറയണം. ഈ എടുത്തു പറയേണ്ടത് ഭുവനേശ്വർ കുമാറിൻ്റെ ബൗളിങ്ങിൻ്റെ കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ ഓസ്ട്രേലിയ ഗ്ലെൻ മഗ്രാത്തിൻ്റെ ലെവലുള്ള ഒരു ബൗളിങ്ങാണ് മിക്കവാറും ഭുവനേശ്വർ കുമാർ നടത്തുന്നത്. അതിന് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഗ്ലെന്നും അങ്ങനെ തന്നെയാണ്, കറക്റ്റായിട്ടുള്ള സ്ഥലത്ത് പിച്ച് ചെയ്യിപ്പിച്ച് മാക്സിമം റണ്ണ് സ്കോർ ചെയ്യാൻ വിടാത്ത രീതിയിലാണ് ബൗൾ ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഭുവനേശ്വർ കുമാർ. അങ്ങനെയാണ് ആ ടീമിൻ്റെ അസറ്റ്. ഇതിൽ കൃണാൽ പാണ്ഡ്യയുടെ കാര്യമാണ് ഗതികേട്. അതായത് എനിക്ക് തോന്നുന്നു കൃണാൽ പാണ്ഡ്യ അടിക്കുന്ന അടിയിൽ സ്വന്തം ടീമിലുള്ള കാണികൾ വരെ ആർത്തുവിളിക്കുന്നതെന്നാണ് തോന്നുന്നത്. ഒരു 200 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ടാർഗറ്റ് തന്നെയാണ്, അതിലൊരു ഡൗട്ടും ഇല്ല. പിന്നെ ഒരു വിക്കറ്റ് വീണ ശേഷം പടിക്കലൂടെ അടിച്ചു തുടങ്ങിയ സമയത്ത് പിന്നെ RCB അപ്പോഴേ തന്നെ ജയിച്ചു തുടങ്ങി. പിന്നെ കളി കണ്ടാകത്ത് കണ്ടില്ലെങ്കിൽ നമുക്ക് മനസ്സിലായി RCB ഉറപ്പായിട്ടും ജയിക്കുമെന്ന്. പെട്ടെന്നോടെ 2-3 വിക്കറ്റ് വീണു. അത് കഴിഞ്ഞിട്ട് ഇപ്പം പടിക്കൽ പോയി, കോഹ്ലി പോയി, അത് കഴിഞ്ഞ് വന്ന എല്ലാവരും ഒരു ഓവറിൽ തന്നെ കളി ജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കളിയായിരുന്നു കളിച്ചത്. കാരണം റൺ റേറ്റ് നോക്കി കളി ജയിപ്പിച്ച് പോകുന്നതിന് പകരം വന്ന് എല്ലാ ബോൾ 6 അടിക്കാൻ വേണ്ടിയാണ് നോക്കിയത്. ഭാഗ്യത്തിന് അവസാനം കൃണാൽ പാണ്ഡ്യ വന്ന് ഒരു സെൻസിബിൾ ഇന്നിങ്സ് കളിച്ചുകൊണ്ട് മാത്രമാണ് RCB ജയിച്ചത്. അല്ലാന്നെങ്കിൽ ഹോൾഡറിൻ്റെയൊക്കെ ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീവുണ്ടായിരുന്നു. ആ ഹോൾഡറിനെതിരെ കൃണാൽ പാണ്ഡ്യ അടിച്ച ഒരു 4 ഉണ്ട്, ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് ഷോട്ടാണ് അത്. കാരണം ഫേസിൻ്റെ ഈ ലെവലിലാണ് വന്നത്. അത് ആ ഒരു ഷോട്ടൊക്കെ പോയിരുന്നെങ്കിൽ കളി ജയിക്കില്ല. എടുത്തു പറയേണ്ട ഒരു ബോളർ എന്ന് പറഞ്ഞാൽ റഷീദ് ഖാൻ്റെ കാര്യമാണ്. സിദ്ദിഖി സിനിമയിൽ പറയും പോലെ മിടുക്കനായിരുന്നു, എപ്പോഴോ എങ്ങനെയോ എന്തൊക്കെയോ സംഭവിച്ചു. അതുപോലെയാണ് കാര്യങ്ങൾ. നല്ല ബോളറായിരുന്നു. ഇപ്പോൾ വിക്കറ്റ് എടുക്കുന്നുണ്ടെങ്കിലും റണ്ണ് ആവശ്യത്തിലധികം കൊടുക്കുന്നുണ്ട്. റഷീദ് ഖാൻ കറക്റ്റായി തന്നെ ടീമിന് ഒരു നല്ല മുതൽക്കൂട്ടാകും. കളി എന്തായാലും RCB ജയിച്ചു. പോയിന്റ് ടേബിൾ 2ാം സ്ഥാനത്തായി. ഓറഞ്ച് ക്യാപ്പ് കിങ്ങിനോ, അതായത് രാജാവിനോ രാജകുമാരനോ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും സന്ധിക്കവരേക്കും വണക്കം.